അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട. എന്ത് മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാലും ശരി, വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിൻ്റെ മനസ്സിൽ വരൂ. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും കെ കരുണാകരൻ്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയുള്ളൂ. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതിപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഇവരാണ് ഫുൾ ക്രെഡിറ്റ് എന്ന്, അവർ പറഞ്ഞ് അവരാണ്. സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കില്ലായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉള്ളത്, ഈ അതിസുരക്ഷാ മേഖലയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബം അവിടെ വന്നു? ശിവൻകുട്ടി പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞായതുകൊണ്ട് മുഖ്യമന്ത്രി കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും സുരക്ഷിതത്വമുള്ള ഒരു മേഖല, അതും പ്രധാനമന്ത്രി വരാൻ പോവാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഫാമിലിയായിട്ട് മുഖ്യമന്ത്രി അവിടെ ചെന്നത് തെറ്റാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. മാത്രമല്ല, ഈ സന്ദർശനം ഔദ്യോഗിക സന്ദർശനമാണെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ MP അറിയിച്ചില്ല? എന്തുകൊണ്ട് ലോക്കൽ MLA അറിയിച്ചില്ല? അപ്പോൾ സ്വന്തം കുടുംബം മാത്രം മതിയോ? ഒന്ന്, അവിടെ ചെന്ന് കുടുംബമായിട്ട് ചെന്നത് തെറ്റ്. 2, സ്ഥലം MLA MP അറിയിക്കാത്തത് തെറ്റ്. അപ്പോൾ എന്തും ചെയ്യാം, അത് സ്വന്തം പാർട്ടിയിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കാര്യം. പക്ഷേ ഗവൺമെൻറ്റിനെയും കേരളത്തിനെയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കില്ല. തുറന്ന് എതിർക്കേണ്ട കാര്യം എതിർക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി ചെയ്ത തെറ്റാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. അതിനേക്കാൾ ഉപരിയായി സെക്യൂരിറ്റി ത്രെട്ട് നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ്. അല്ല, മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല. ആ കാര്യം ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഒരു പരിപാടിയിൽ, ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മനഃപൂർവ്വം ക്ഷണിക്കാതിരുന്നു. അവസാനം വിവാദം വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു. പക്ഷേ കത്തുകൊണ്ട് കാര്യമില്ല. പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ 3 ദിവസം മുമ്പ് തന്നെ പ്രാസംഗികയുടെ ലിസ്റ്റും കാര്യങ്ങളും ഡൽഹിയിൽ നിന്ന് അംഗീകരിച്ച് വരണം. കേരളം മാത്രം തീരുമാനിച്ചാൽ പോരാ. പിന്നെ എങ്ങനെയാണ് ഇന്നലെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം കൊണ്ട് കാര്യം നടക്കുമോ? പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ കയറാൻ പറ്റുമോ? ശരിക്കല്ല, ഇന്ത്യ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരാൾക്കും സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പിന്നെ എന്തിനാ വെറുതെ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ വിളിച്ചു എന്ന് പറയാൻ അവമാനിക്കുക? അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട. എന്ത് മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാലും ശരി, വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിൻ്റെ മനസ്സിൽ വരൂ. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും കെ കരുണാകരൻ്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയുള്ളൂ. ഒരു സംശയം അക്കാര്യത്തിലില്ല.